നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്ന CPM അടുത്ത മൂന്നാം ടേമിലും കേരളം ഭരിക്കും എന്നാണ് CPMന്റെ ആത്മവിശ്വാസം. ആ ഒരു ആത്മവിശ്വാസം വിജയിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ സഖാക്കന്മാർ പറയുന്ന പിണറായി വിജയൻ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം പിണറായി വിജയന്റെ സകല മോഹങ്ങൾക്കും ആണി അടിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ ഒരു പെരുമാറ്റം. സഖാക്കന്മാർ കുടുംബശ്രീയിലും തൊഴിലുറപ്പിന്നുമൊക്കെ സാധാരണഗതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇരുത്തുന്നത് പോലെ ചേച്ചിമാരെയും ചേട്ടന്മാരെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുത്തി. പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയില്ല. കാരണം മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്ത ഒരു 1.5 മണിക്കൂറോളമുള്ള ഒരു 10-20 പേജുള്ള പ്രസംഗങ്ങൾ ആരൊക്കെ എഴുതി കൊടുത്തു, അത് അതേപോലെ മുഖ്യൻ നോക്കി വായിച്ചുകൊണ്ടിരിക്കുന്നു. സഹികെട്ട് അവസാനം ജനങ്ങൾ തന്നെ ഇറങ്ങിപ്പോയി. പ്രസംഗം ഇങ്ങനെ പേപ്പറിൽ നോക്കി വായിച്ച് തല പൊക്കിയപ്പോൾ ഒരൊറ്റ മനുഷ്യർ പോലും വേദിയിലില്ല. 10-50 ഒഴിഞ്ഞ കസേരകളും കുറച്ച് സഖാക്കന്മാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതോടുകൂടി പിണറായി വിജയൻ ആ പ്രസംഗം അവസാനിപ്പിച്ചു, നേരെ ചെന്ന് കസേരയിലേക്കിരുന്നു. അതായത് ഇതോടുകൂടി CPMനും അതോടൊപ്പം തന്നെ പിണറായി വിജയനും ഒരു കാര്യം മനസ്സിലായി: ജനവിരുദ്ധം നല്ല രീതിയിലുണ്ട്. എപ്രാവശ്യവും ഉപയോഗിക്കുന്ന ഒരു തരികിട പരിപാടിയുണ്ട്. BJP നമ്മളെ ഇറുക്കിക്കൊല്ലുന്നു, കേരളത്തിൽ BJP UDF കൂട്ടുകെട്ട് എന്നൊക്കെ കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കുറ്റം പറയുന്ന ആ പതിവ് രീതി, പതിവ് ശൈലിയൊന്നും ഇനി കേരളത്തിൽ വർക്കൗട്ട് ആവില്ല. ബംഗാളിലും ത്രിപുരയിലും അടക്കം എന്താണോ സംഭവിച്ചത് അതുപോലെ കേരളത്തിലും ഇടതുപക്ഷം അല്ലെങ്കിൽ CPM മണ്ണടിയാൻ പോകുന്നു. CPMന്റെ അന്ത്യം തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു സത്യം വൈകിയാണെങ്കിലും പിണറായി വിജയൻ ഇന്നലെ മനസ്സിലാക്കിയിരിക്കുന്നു. അവസാനം നാണം കെട്ട് തല കുനിച്ചു നിന്ന ഗോവിന്ദൻ മാസ്റ്റർ, CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാസ്റ്റർ 1 മിനിറ്റ് പ്രസംഗമാണ്, അതായത് 1 സെക്കൻഡ് പ്രസംഗമാണ് നടത്തിയത്. അതായത് എനിക്കൊന്നും പറയാനില്ല, എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, ടാറ്റ ബൈ ബൈ എന്നാണ് പറഞ്ഞത്. തൊട്ടപ്പുറത്ത് MV ജയരാജൻ ഗൂർക്കം വലിച്ചു കടന്ന് ഉറങ്ങുന്ന ഒരു കാഴ്ചയും കൗതുകമുണ്ടായി. അതായത് ഇനി കിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ക്ഷേമ പെൻഷനിൽ വലിയ രീതിയിലുള്ള വർധനവ് കൊണ്ടോ ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റില്ല. കാരണം സ്വർണം കട്ടിരിക്കുന്നു, അത് സാധാരണ ജ്വല്ലറികളിൽ നിന്നല്ല, അയ്യപ്പന്റെ സ്വർണമാണ് കട്ടിരിക്കുന്നത്. ക്ഷേത്രങ്ങളിലടക്കം വലിയ രീതിയിലുള്ള തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും CPM നടത്തിയിരിക്കുന്നുവെന്ന ആ സത്യം ജനങ്ങൾ മനസ്സിലാക്കുന്നു. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഫണ്ടുകളടക്കം പിണറായി വിജയൻ കട്ടുമുടിക്കുന്നു, അവർ അവരുടെ ആർഭാടത്തിന് വേണ്ടി CPMകാർ ഉപയോഗിക്കുന്നുവെന്ന സത്യം വലിയ രീതിയിൽ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ ജാഥയിൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാത്തത്. ഒരാവശ്യവുമില്ലാതെ ലോക കേരള സഭ നടത്തുന്നു, ഒരാവശ്യവുമില്ലാതെ കേരള യാത്ര നടത്തുന്നു. അതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി. ഖജനാവിൽ നിന്നും വലിയ രീതിയിൽ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് CPM ആഘോഷിച്ച് തിമർക്കുകയാണെന്ന്. കൂടാതെ എല്ലാ കാലത്തും ഏതൊരു മൈക്ക് കിട്ടിയാലും പിണറായി വിജയൻ ആദ്യം പറയുന്നതിന്റെ പ്രധാന കാര്യമുണ്ട്: കേന്ദ്ര സർക്കാരിന്റെ അവഗണന, UDF BJP അവിശുദ്ധ കൂട്ടുകെട്ട്. കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഭരണ നേട്ടങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി ചെയ്തതാണ്. അതിന്റെ തട്ടിയെടുക്കുന്നു. ആ ഭരണ നേട്ടമാണ് ഇവിടെ വിളിച്ച് പറയുന്നത്. അതെല്ലാം തന്നെ ജനങ്ങൾക്ക് മനസ്സിലായപ്പോൾ പുച്ഛമായിട്ടും അവജ്ഞതയോടും കൂടിയുമാണ് ജനങ്ങൾ തിരിച്ചൊരു മറുപടി നൽകിയത്. പലതരത്തിൽ പറയുമ്പോഴും ഇനി ഒരു രക്ഷയുമില്ല എന്ന് മനസ്സിലായ പിണറായി വിജയൻ അടുത്തൊരു അടവെടുത്തു. ഉത്തരം മുട്ടുമ്പോൾ എന്തായാലും പിണറായി വിജയന് കൊഞ്ഞനെ കുത്തി കാണിക്കാൻ പറ്റില്ല. അങ്ങനെ കാണിച്ചാൽ ഒരു നാണം കെട്ട ഒരവസ്ഥയിലേക്ക് പാർട്ടിയും പോവും, മുഖ്യമന്ത്രിയും പോവും, കേരളവും പോവും. അതുകൊണ്ട് തന്നെ തൊണ്ടയിടറി കരയാൻ പോകുന്നത് പോലെ ഒരു നാടകം പിണറായി വിജയൻ കാണിച്ചു. പക്ഷേ ആ സമയത്ത് തന്നെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വെള്ളം കൊണ്ടുവന്നു, അതും കുടിച്ചു. വീണ്ടും തൊണ്ടയിടുന്നത് പോലെ അഭിനയിച്ചു, വീണ്ടും വെള്ളം കൊണ്ടുവന്നു. അതായത് പിണറായി വിജയന്റെ പല PR വർക്കുകളും വർക്കൗട്ട് ആകുന്നില്ല, അല്ലെങ്കിൽ ആ വർക്കൗട്ടെല്ലാം, അതായത് പിണറായി വിജയന്റെ പല PR തന്ത്രങ്ങളും കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ ലൈവായിട്ട് പൊളിച്ച് കയ്യിൽ കൊടുക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഇനി വെറും 2-3 മാസം കൂടിപ്പോയാൽ ആ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും പിണറായി വിജയൻ ഇറങ്ങാൻ പോവുകയാണ്. ഇനി തിരുവനന്തപുരത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. പിണറായി വിജയന്റെ കണ്ണൂരിലെ പിണറായിയിൽ തന്നെ പിണറായി വിജയൻ ഇനി ജീവിതകാലം മുഴുവനും ആ വീട്ടിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ഭരണം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു പാർട്ടിക്കാരനും തിരിഞ്ഞു പോലും നോക്കില്ല.